ഓം ശാന്തി. ക്രിയേറ്റിവിറ്റി അഥവാ ക്രിയാത്മകത. കറക്റ്റ് വേർഡ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ സർഗാത്മകത എന്ന് പറയും. പക്ഷെ ദ മോസ്റ്റ് വണ്ടർ, സർഗാത്മകത എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചു പോവും ഡാൻസും പാട്ടും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നുമല്ല കേട്ടോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തം ജീവിതത്തിനെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്ത് തന്നെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും അതിനെ പുതുമയോടെ കാണാനും പുതിയതായൊരു രീതിയിലൂടെ നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊരു പുതിയ രീതിയാണെന്ന് ആർക്ക് തോന്നണം, എല്ലാവർക്കും അതിനെ സ്വന്തമാക്കാൻ തോന്നണം, അത് ജീവിതത്തിൻ്റെ ആനന്ദമായി തോന്നണം. ആ രീതിയിൽ ജീവിക്കാനതായിരിക്കുന്ന കല, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് തന്നെ. സർഗാത്മകത എന്ന് അഥവാ ക്രിയാത്മകത എന്ന് നമുക്ക് അതിനെ വേണം വിശേഷിപ്പിക്കാനായിക്കൊണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വന്തമാക്കി ജയിച്ച ഒരുപാട് ആളുകളാണ് നമ്മുടെ ലോകത്തിൽ. സ്റ്റീവ് ജോബ് നോക്കിക്കോളൂ, ഐൻസ്റ്റീൻ നോക്കിക്കോളൂ, ഷേക്സ്പിയർ നോക്കിക്കോളൂ. ആരും ഒന്നും പുതിയതായിട്ട് കണ്ടെത്തല്ല ചെയ്യുന്നത്. ഉണ്ടായിരുന്ന സാധനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് പുതിയൊരു രീതിയിൽ അറേഞ്ച് ചെയ്ത് അവതരിപ്പിച്ചപ്പോൾ അതെല്ലാം മോസ്റ്റ് ആക്സെപ്റ്റബിൾ ആയിട്ട് മാറി. അപ്പം നമ്മുടെ ജീവിതത്തിൽ വണ്ടർഫുള്ളായ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കുകയല്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പുതുമയോടെ ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടി ആരും ജന്മനാൽ അതെല്ലാം തയ്യാറായിക്കൊണ്ട് ജനിച്ചവരല്ല. ജയിച്ചവരൊക്കെ ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക. മറിച്ച് ചിന്തിക്കണം, നമ്മളെല്ലാവരും തന്നെ ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്ന്. ജയിച്ചവർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും തന്നെ ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. ഈ ബോധം ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ലോകത്ത് എല്ലാവർക്കുമുള്ള സാധനങ്ങൾ അതെല്ലാം നമുക്കുണ്ട്. ഒരു പക്ഷേ കൂടുതൽ കുറവ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, മുജ്ജന്മഗത കർമ്മങ്ങൾ ഒക്കെ ആധാരത്തിൽ കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഉള്ളതിൽ വെച്ച് പുതുമയായി അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോയാൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. സ്റ്റീവ് ജോബ് ഐഫോൺ കണ്ടെത്തിയപ്പോൾ ലോകത്തിലെ ഒരു വലിയ സക്സസ്ഫുൾ ആയിരിക്കുന്ന ബിസിനസ്മാനായി മാറി. ഐഫോൺ കണ്ടെത്തിയതിൽ ഫോൺ സ്റ്റീവ് ജോബ് കണ്ടെത്തിയിട്ടില്ല, അദ്ദേഹം ഇൻ്റർനെറ്റ് കണ്ടെത്തിയിട്ടില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ടച്ച് സ്ക്രീൻ കണ്ടെത്തിയിട്ടില്ല. ഇത് മൂന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് ഐഫോൺ ഇറക്കിയപ്പോൾ അദ്ദേഹം ലോകത്തിലെ ക്രീമായി മാറി, അഥവാ ലോകത്തിലെ വിജയിച്ചവരിൽ ഒരാളായി തീരുകയാണ്. ഐൻസ്റ്റീൻ അദ്ദേഹം സ്വന്തമായിട്ടൊന്നും കണ്ടെത്തല്ല ചെയ്തത്. ന്യൂട്ടൻ്റെ തിയറീനെയും മാക്സ്വെല്ലിൻ്റെ തിയറീനെയും രണ്ടിനെയും ഒന്നിപ്പിച്ച് അതിൻ്റെ കണ്ടിന്യൂറ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയിലൂടെ റിലേറ്റിവിറ്റി തിയറി ഈ ലോകത്തിന് കൊടുത്തുകൊണ്ട് സംഭാവന ചെയ്തുകൊണ്ട് എന്നും ലോകഹൃദയങ്ങളിൽ സയൻസിൻ്റെ ലോകത്ത് എന്നും ഒരു ഐക്കണായിട്ട് മാറി. ഷേക്സ്പിയർ സാഹിത്യരംഗത്ത് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുകയല്ല, പഴയ കഥകളെ ഡ്രാമയായി പുതിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് സാഹിത്യരംഗത്തിലെ ഒരു ഐക്കണായിട്ട് മാറി. ഏത് ഫീൽഡ് ഐക്കൺസ് ആകുന്നവർ അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാം പുതിയതായി നിർമ്മിച്ചു കൊണ്ടുവന്നതല്ല, പഴയതിനെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചതുകൊണ്ട് ജയിച്ച വിജയികളുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് ഈ പഴയതിനെയും പുതിയതിനെയും കൂട്ടി ഇണക്കുക, അതിനുള്ളതായിരിക്കുന്ന വഴി എന്താണ്, എങ്ങനെ മുന്നോട്ട് പോകണം? ഒറ്റ വഴിയേ ഉള്ളൂ, കാണണം, കേൾക്കണം, വായിക്കണം. എന്തെല്ലാം നല്ല ബുക്കുകൾ കിട്ടുന്നു. ദിവസത്തിൽ ഒരുപാട് സമയം നമ്മൾ റീൽസ് കണ്ട് അത് നോക്കി ഇത് നോക്കി വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കാണേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ കാണൂ, പഠിക്കൂ, അറിയൂ. എത്ര സമയം കിട്ടുന്നു, സമയം എന്ന നിധിനെ വായിക്കാൻ വേണ്ടിക്കൊണ്ട്. നിർബന്ധമായിട്ടും വായന എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. വായിക്കണം, വെറുതെ വായിക്കുകയല്ല. ചിലർ വായിക്കുമ്പോൾ വായിച്ചോ, വായിച്ചു, അതിലെന്താ പറഞ്ഞ് അത് ഓർമ്മയില്ല. അങ്ങനെ വായിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 2 പേജ് നിങ്ങൾ വായിച്ചുവെങ്കിൽ ആ 2 പേജിൽ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും അറിയണം. ഒരു ബുക്ക്, പല ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുള്ള ബുക്സിൻ്റെ ഇത്രാമത്തെ പേജിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ റെക്കോർഡ് ചെയ്തിടാറുണ്ട്. ഒരു കാര്യം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, കാണാപാഠം പഠിക്കേണ്ട, ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്. സോ ഇറ്റ് ഈസ് വണ്ടർഫുൾ. സാധിക്കുമെങ്കിൽ ഒരു ഡയറി നമ്മൾ വായിക്കുന്നതിൽ അത് നല്ല പറഞ്ഞ വാചകമാവട്ടെ, അതല്ലെങ്കിൽ നല്ലൊരു ഐഡിയ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമുല ആവട്ടെ, എന്തോ നമ്മുടെ ഹൃദയം സ്വീകരിച്ചു ഈസ് ഗുഡ് എന്ന് പറയുമ്പോൾ അതിനൊന്ന് നോട്ട് ചെയ്തിട്ടേക്കുക. പലപ്പോഴും നമ്മൾ ഇടയ്ക്ക് നമ്മൾ കണ്ട കേട്ട കാര്യങ്ങൾ വെറുതെ ഒന്ന് നമ്മുടെ ഡയറിയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് നിറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് വായന അത് അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമാണ്.
ആണ്. ഒപ്പം നല്ല നല്ല വീഡിയോസ് കാണുക, പഠിക്കാൻ ഉതകുന്നതായിട്ടുള്ള വീഡിയോസ്. അതല്ലാതെ ടൈം പാസിന് വേണ്ടി കുറേ കണ്ടിട്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു അവാർഡ് നേടുന്ന ഒരാളെ പിന്നാലെ കൈയടിച്ച് അവരുടെ വീഡിയോ 10 കാണുമ്പോൾ പകരം അവാർഡ് നേടുന്ന ആൾ ഞാൻ ആയിക്കൊണ്ട് ആ കൈയടി ഏറ്റുവാങ്ങണമെന്നൊരു വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാനാണെങ്കിൽ മാത്രമേ ആ വീഡിയോ കാണാവൂ. അതല്ലാതെ നിങ്ങൾ സമയം നഷ്ടപ്പെടുത്താൻ ഒരു കാര്യമില്ല. നമുക്കൊരു റോൾ മോഡലാവട്ടെ, അത് ഫിലിം സ്റ്റാർ ആവട്ടെ, ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹമായി കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അതുപോലെ ആവാൻ നമ്മളെ കൊണ്ട് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ലൈഫിൽ ഞാനും ഇത്തരത്തിലാകണം എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി മോഡൽസായി തിരഞ്ഞെടുക്കൂ. അല്ലാതെ അവരുടെ മഹിമ പാടാൻ വേണ്ടിക്കൊണ്ട് ഒരു കാര്യമില്ല. ഭഗവാൻ തന്നെ മഹാവാക്യത്തിൽ പറയാറുണ്ട്, ദേവതമാരുടെ മഹിമ പാടിക്കൊണ്ട് കാര്യമില്ല, ദേവതയാകാൻ ആ മഹിമകളെ സ്വന്തമാക്കാൻ വേണ്ടി പ്രവർത്തിക്കൂ എന്ന് പരമാത്മാവ് എപ്പോഴും തന്നെ മഹാവാക്യം നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് ഈ കാര്യം മറക്കരുത്. നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിക്കൊണ്ടാണ് കാണേണ്ടത്, പ്രവർത്തിക്കാൻ വേണ്ടിക്കൊണ്ടാണ് പഠിക്കേണ്ടത്. ഒരു 10 മോട്ടിവേഷൻ വീഡിയോസ് നിങ്ങൾ ദിവസവും കാണും, ഒരു പോയിന്റ് പോലും കൊണ്ടുവരില്ല എങ്കിൽ ആ 10 വീഡിയോ കാണുന്ന സമയം വേസ്റ്റാണ്. അതുകൊണ്ട് കാണുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് നോട്ട് ചെയ്യണം, പഠിക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. ഒരു ദിവസം ഒന്ന് ചെയ്തു, 2ാമത്തെ ദിവസം വേറൊന്ന്, 3ാമത്തെ ദിവസം വേറൊന്ന്, അങ്ങനെയല്ല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 1000കണക്കിന് മെസ്സേജസ് തരാൻ കാരണം നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റണം എന്നാണ്. എല്ലാ കാര്യവും എല്ലാവരെ കൊണ്ടും പറ്റില്ല, എല്ലാവരുടെ ജീവിത സാഹചര്യങ്ങളും ഒന്നല്ല. അവർക്കുതകുന്ന രീതിയിൽ ഒന്ന് കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് പല പല രീതികളിലൂടെ ഒരേ കാര്യത്തെ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പറ്റുന്ന കാര്യത്തിനെ പ്രാക്ടിക്കലാക്കി നോക്കണം. പ്രാക്ടിക്കലാക്കാത്ത നോളജ് അത് വെറുതെ കെട്ടിവെച്ചതായിരിക്കുന്ന വസ്തുവിന് തുല്യമാണ്. അതൊരുപാട് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞ് നാറുകയുള്ളൂ. സോ യൂസ് ഇറ്റ്. അതിനെ പ്രാക്ടിക്കലാക്കി നോക്കൂ, ഐഡിയകൾ സ്വന്തമാക്കൂ, അത് ഡിഫറൻറ്റ് മേഖലകളിൽ നിന്ന് പഠിക്കൂ. ഞാനൊരു ബ്രഹ്മകുമാരി സിസ്റ്ററാണ്. എന്നെ സംബന്ധിച്ചുള്ള മെയിൻ സ്റ്റഡി പരമാത്മജ്ഞാനം തന്നെയാണ്. ഡെയിലി ക്ലാസ്സസ്, അവ്യക്ത മുരളി എന്ന് പറയും, സ്വയം ഭഗവാന്റെ മഹാവാക്യങ്ങളെ ഞാൻ ദിവസവും എൻ്റെ നിശ്ചിതമായിരിക്കുന്ന സാധനയിൽ ഉൾപ്പെട്ടതായിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്നും പഠിക്കുന്ന ആളാണ്. എന്നും ഭഗവാന്റെ മഹാവാക്യത്തിലെ പുതുമകളോടെ ആനന്ദിച്ചുകൊണ്ട് പഠിക്കുന്ന ആളാണ്, പ്രാക്ടിക്കലാക്കുന്ന ആൾ. അറ്റ് ദ സെയിം ടൈം എനിക്ക് ആസ്ട്രോളജി ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ആസ്ട്രോളജിയെക്കുറിച്ച് പഠിക്കാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ ന്യൂമറോളജിയിൽ നിന്ന് പഠിക്കാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ ലാൽ കിതാബിൽ നിന്ന് പഠിക്കാറുണ്ട്. നോളജ്, അറിവ്, അത് ലിമിറ്റില്ല. പോസിറ്റീവായിരിക്കുന്ന എല്ലാ അറിവുകളും നല്ലതെന്ന് മാനിച്ചുകൊണ്ട് അത് ശാസ്ത്രങ്ങളാവട്ടെ, ഗ്രന്ഥങ്ങളാവട്ടെ, സയൻസ് ആവട്ടെ, ഇങ്ങനെയുള്ള ഏത് മേഖലയിലും, ബിസിനസ് ആവട്ടെ, എല്ലാത്തിനെക്കുറിച്ചും പഠിക്കാൻ ഞാൻ എൻ്റെ മനസ്സ് കാണാറുണ്ട്. എന്തായാലും പഠിക്കുന്നതിൽ വൈവിധ്യം വേണമെന്ന് നിശ്ചയിക്കുകയും നമ്മുടെ മനസ്സിൻ്റെ, ബുദ്ധിയുടെ ക്രിയേറ്റിവിറ്റിക്ക് എല്ലാ ടൈപ്പ് നോളജും വേണം. വെറൈറ്റി ആയിരിക്കുന്ന പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഗാർഡൻ മനോഹരമാകും പോലെ നമ്മുടെ മനസ്സിനെ ഗാർഡനാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് സയൻസിനെ കുറിച്ച് കുറച്ച് പഠിക്കൂ. നിങ്ങൾക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ആണോ, മാർക്കറ്റിങ്ങിനെ കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കൂ. കുറച്ച് സ്പിരിച്വലി ആയിട്ട് നിർബന്ധമായി പഠിക്കണം. കാരണം ഇതൊക്കെ പുറപ്പെടുന്നതിനൊക്കെ സേവ് ചെയ്യേണ്ട ഫീൽഡ് നമ്മുടെ സ്പിരിച്വാലിറ്റി തന്ന മൈൻഡ് ആയതുകൊണ്ട് മനസ്സിനെ കുറിച്ച്, മെഡിറ്റേഷനെ കുറിച്ച് എല്ലാം ഒരു നമ്മളെ പറയാം പെർഫെക്റ്റ് പേഴ്സണാലിറ്റി, ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി 4 തലങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് വെറൈറ്റി ആയി പഠിക്കൂ. ആ പഠിച്ചുകൊണ്ടിരിക്കുകയും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ സം മാജിക്കൽ മൊമെൻറ്റ്സ്, ഇതെല്ലാം കണക്റ്റഡ് ഡോട്ട്സ് ആയിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും പുതിയത് പലതും വരാൻ തുടങ്ങും. ഒരു വാക്യൂം ക്ലീനറും ഒരു ചുഴലിക്കാറ്റും കണ്ടപ്പോൾ ബാഗ്ലെസ് വാക്യൂം ക്ലീനർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിച്ചുവെങ്കിൽ, ഒരു എലിയുടെ തുള്ളിക്കളികളും അദ്ദേഹത്തിൻ്റെ ആനിമേഷൻസും ആ ഡ്രീമും ഒപ്പം തന്നെ ബിസിനസ്സും മിക്സ് ചെയ്തപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സാക്കി മാറ്റാൻ സാധിച്ചുവെങ്കിൽ, എൻ്റർടൈൻമെൻറ്റ് ഐക്കണായി മാറാൻ വാൾട്ട് ഡിസ്നിക്ക് സാധിച്ചുവെങ്കിൽ, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പല കാര്യങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് നിങ്ങൾക്കറിയുന്ന കൊച്ചു കാര്യങ്ങൾ പലതിൻ്റെയും പുഷിങ് കിട്ടുമ്പോൾ അത് വലിയ വിശാലമായ മേഖലകളായിട്ട് തീരും. വെറും റോൾഡ് ഗോൾഡ് ഓർണമെൻറ്റ്സിനെ തൻ്റെ മോഡലാക്കി തന്നെ മോഡലാക്കി കാണിച്ച് കൊച്ചു റീൽസ് ഇട്ടുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന അമ്മമാരില്ലേ? വീട്ടിൽ നിന്ന് പച്ചക്കറിയെ വീട്ടിലിരുന്ന് അതിനെ പാക്ക് ചെയ്ത് അയച്ചുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളില്ലേ? നമ്മുടെ ഇഡ്ഡലി മാവും ദോശമാവും അതിനെ പ്രൊഫഷണലായി വിറ്റുകൊണ്ട് കോടികളുടെ ഇൻകം ഉണ്ടാക്കുന്ന ആളുകളില്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ ഉള്ളിലും പഠിക്കൂ, അറിയൂ, പുതിയ കാര്യങ്ങളെ ഒരേ ഫീൽഡിൽ ഒരുപാട് ആളുകളെക്കുറിച്ച് അറിയൂ, പഠിക്കൂ. നിരന്തരമായി പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആക്റ്റീവ് ആവാൻ തുടങ്ങും. അത് ഓൾവേസ് അലേർട്ടായി മാറും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സൂപ്പറായിരിക്കുന്ന ഐഡിയകൾ നിങ്ങൾക്ക് തരും. ആ ഐഡിയകൾ നിങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരു ഐക്കണാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് പഠിക്കണം, കാണണം,
കേൾക്കണം, പ്രാക്ടിക്കലാക്കണം. ഈ ഒരു വിദ്യയിലൂടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.